ഇന്ന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു നാടൻ കറിയാണ് വെക്കുന്നത്. ചക്കക്കുരു മാങ്ങ. ചക്കക്കുരുവൊക്കെ ഇവിടെ വൃത്തിയായി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. മാങ്ങയും ക്ലീനാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചാണ് ചക്കക്കുരു കുക്കറിലേക്ക് ഇടുക. കുക്കറിലിട്ടാട്ടോ ഞാൻ വേവിക്കുന്നത്. വേഗം വെന്ത് കിട്ടും. ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. പിന്നെ ചില ചക്കക്കുരു വേവാൻ ഇച്ചിരി പാടൊക്കെ ഉണ്ടായിരിക്കും. ഇതൊരു 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വെന്ത് വരും. ഞാൻ മാങ്ങ ഇതിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കാറില്ല. കാരണം മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്തൊന്നും വരില്ല. അതുകൊണ്ട് ചക്കക്കുരു തന്നെ ഇട്ടാണ് വേവിക്കുന്നത്. നമുക്കപ്പോൾ ചക്കക്കുരു വേവിക്കാൻ അടുപ്പത്തിട്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ചക്കക്കുരു വേവിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് വെച്ചത് ഈ കുക്കർ അടച്ചു വെച്ചു. ഇനി നമുക്കിത് അടുപ്പത്തേട്ട് വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ കുക്കറിൽ ഒന്നിച്ചിട്ട് ചക്കക്കുരുവിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് മാങ്ങ വേവിക്കാറില്ല. പകരം എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചക്കക്കുരു വേവിക്കാൻ വെച്ചതിന് ശേഷം അടുത്ത അടുപ്പിൽ മാങ്ങയും വേവിക്കാൻ വെക്കും. അപ്പോൾ നമുക്ക് മാങ്ങ വേവിക്കാൻ വെച്ചാലോ. മാങ്ങ ഒരു ഉരുളിയിലേക്ക് ഇട്ടു. എന്നിട്ടത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ വേവാൻ വേണ്ടി. ഇനി നമുക്ക് പോയി തേങ്ങയൊക്കെ ചിരകി വെക്കാം. ചക്കക്കുരു മാങ്ങയൊക്കെ വേവിക്കുമ്പോഴത്തേക്കും തേങ്ങ തിരകി അരച്ചുകൊണ്ട് വരാം. ഓക്കെ, തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം തേങ്ങയായിട്ട് എടുത്തേക്കുന്നത്. തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ വിസിലടിച്ചു. ഞാനത് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. 2 വിസിലടിച്ചു. മാങ്ങ ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ചക്കക്കുരുമാങ്ങയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മുരിങ്ങാക്കോല്. മുരിങ്ങാക്കോല് കഴുകിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കും. മുരിങ്ങാക്കോലൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട്. മുരിങ്ങാക്കോൽ ഞാൻ ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ടില്ല കേട്ടോ. ഇതും സെപ്പറേറ്റ് വേവിച്ചെടുക്കാൻ നിർത്തും. കാരണം വേഗം വെന്ത് കിട്ടുമല്ലോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് വേവിക്കുമ്പോൾ ഉള്ള ഒരു ചുവ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വേവിക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കുന്നത് എളുപ്പമാണ്. വേഗം തന്നെ പണിയൊക്കെ തീരും. ഞാൻ 2 മുളകും കൂടി വെച്ചിട്ടുണ്ട്. ഈ 2 മുളകും തേങ്ങയും ഇട്ട് മാത്രമാണ് ഞാൻ അരച്ചെടുക്കുന്നുള്ളൂ. വേറെ ഒന്നും ചേർക്കുന്നില്ല. ചിലവരൊക്കെ ജീരകമൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ജീരകം ചേർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർക്കാത്തത്. ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചുകൊണ്ട് വരാം. തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയിലിട്ട് വെച്ചാട്ടോ അരച്ചത്. അമ്മയ്ക്കല്ലേ വെച്ച് അരയ്ക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ അരച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ഒഴിക്കുവാണേ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടു. ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങി. അപ്പോൾ നമുക്കിനി ചക്കക്കുരു ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരു അതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ചിരിക്കുന്നതാണ് ഓൾറെഡി. ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് മുരിങ്ങാക്കോല് വേവിച്ചത് ഇതിലേക്ക് ഇടാം. മുരിങ്ങാക്കോല് വേവിച്ചത് ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടാം. ഇത് വാങ്ങി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിടാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ചട്ടി വെച്ചു. അത് നന്നായിട്ട് ചൂടായിട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായതിന് ശേഷം കടുക് ഇട്ടു. കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു. പച്ചമുളകും ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ളിയും വറ്റൽമുളക് മാത്രം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കറിയാക്കി വെച്ചാൽ ചക്കക്കുരുമാങ്ങയിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് മെഷീന് നല്ല സൗണ്ട് കേൾക്കും. അങ്ങനെ ചക്കക്കുരുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്സ്. നല്ലൊരു വീഡിയോ ആയി പിന്നെ വരുന്നതാണ്.